ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതൻ. ജാമ്യം നേടിയതിന് പിന്നാലെ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് പോറ്റി ജയിൽ മോചിതനായത്. 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ അന്വേഷണ സംഘം അലംഭാവം കാട്ടിയതോടെയാണ് പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. സ്വാഭാവിക ജാമ്യം നേടിക്കൊണ്ട് പോറ്റി പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ പറഞ്ഞതുപോലെ തന്നെയാണ് ജനുവരി 21-ാം തീയതിയാണ് ദ്വാരപാലക പാളികളുടെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതാ കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവികമായ ജാമ്യമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം 90 ദിവസമായിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത്. SIT ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്വർണ്ണക്കവർച്ച ആസൂത്രകൻ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് SIT പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നത്. 90 ദിവസമായിട്ടും ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിച്ചത്. കുറച്ചു മുൻപായിരുന്നു ഇവിടെ സബ് ജയിലിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ? നീലിമ, ജയിൽ മോചിതനാകുന്ന സമയത്ത്, ഈ ജാമ്യം ലഭിക്കുന്ന സമയത്ത് കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ഉപാധികൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. കുടുംബാംഗങ്ങളും അതേ നിലപാടാണ് സ്വീകരിച്ചത്. ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് കാറിൽ കയറി കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി സബ് ജയിലിൽ നിന്ന് മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും കുറച്ച് ഉപാധികൾ പറഞ്ഞിട്ടുണ്ട്. ഉപാധികളൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു ജാമ്യം ശ്രീനന്ദ, ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായിരിക്കുകയാണ്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.